എന്നുള്ളതാണ് നമ്മളൊരു വിലയിരുത്തൽ. അതായത് ഇത് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന ട്രാക്കിലാണ് സംഭവിച്ചിട്ടുള്ളത്. ആ ഭാഗത്ത് നിന്ന് അദ്ദേഹം ട്രാക്കിൽ നിന്ന് വെളിയിലേക്ക് വീണ് കുറച്ച് ദൂരത്തേക്ക് നീങ്ങിയിട്ടായിട്ടാണ് നമുക്ക് പ്രാഥമികമായിട്ട് കാണാൻ പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൻ്റെ പല ഭാഗങ്ങളും ട്രാക്കിൻ്റെ പല ഭാഗങ്ങളായിട്ടാണുള്ളത്. കാല് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ പല സ്ഥലങ്ങളിലായിട്ടാണുള്ളത്. അത് കാണുമ്പോൾ മറ്റൊരു ട്രെയിൻ കയറിയതിൻ്റെ ഒരു ലക്ഷണങ്ങളുണ്ട്. അതെ, പ്രാഥമികമായിട്ട് അങ്ങനെ. കാരണം ട്രെയിനിൽ നിന്ന് വീണതാണെങ്കിൽ ഇത്രയും ഇങ്ങനെ മൃതദേഹം ഇത്ര രീതിയിൽ ചിന്ന ഭിന്നമാകാൻ സാധ്യതയില്ല. അടുത്ത ട്രെയിൻ കയറിയതായിരിക്കാം എന്ന് വിചാരിക്കുന്നു. നമുക്ക് എപ്പോഴും ഇത് സംബന്ധിച്ചൊരു വിവരം വരുന്നത്? നമുക്ക് 7:30 അടുപ്പിച്ചിട്ടാണ് വിവരം വരുന്നത്. ഇനി ഇവിടുത്തെ ഫോർമാലിറ്റീസ് എങ്ങനെയായിരിക്കും? ഫോർമാലിറ്റീസ് ഇപ്പോൾ GRP എത്തുന്നുണ്ട്. GRP തൃശ്ശൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം മറ്റുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ഇൻക്വസ്റ്റ് ഇന്ന് പൂർത്തിയാക്കും. ഇപ്പോൾ പോലീസ് എത്തും. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം മാറ്റും. അതെ. ഇത്തരത്തിൽ തന്നെയാണ് സ്മിത. എന്തായാലും റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരുമായാണ് നമ്മൾ സംസാരിച്ചത്. തൃശ്ശൂരിൽ നിന്നുള്ള റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവരാണ് ഇവിടെ എത്തി ഇപ്പോൾ ഈ മൃതദേഹത്തിന്റെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഇത് ദൃശ്യങ്ങളിൽ കാണുന്ന പോലീസാണ്. പോലീസ് എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ പോലീസ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് കീഴിലാണ് ഈ പരിധി വരുന്നത്. മെഡിക്കൽ കോളേജ് പോലീസാണ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് അവർ കടക്കും. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയതിനു ശേഷം ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാനുള്ള നടപടികളിലേക്കാണ് കടക്കുക. എന്തായാലും ഇപ്പോൾ ഈ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് ഒരു 100 മീറ്റർ നീളത്തിലാണ് ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ്, മൊബൈൽ ഫോണ്, ഡയറികൾ അങ്ങനെയുള്ളവയെല്ലാം ചിന്നിച്ചിതറി കിടക്കുന്നത്. അത്തരത്തിൽ ഈ തള്ളിയിട്ടതിന് ശേഷവും ഇദ്ദേഹം ഈ പാളത്തിലൂടെ ഉരുണ്ട്, അതായത് ഈ വഴുതി നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് റെയിൽവേ ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. അതിനിടയിൽ ഇദ്ദേഹത്തിന്റെ ID കാർഡ്, മൊബൈൽ ഫോൺ എല്ലാം ചിന്നിച്ചിതറി കിടക്കുന്നുണ്ട്. ഇതിനിടയിൽ മൃതദേഹം വലത്തുവശത്തെ ട്രാക്കിലേക്കാണ് വീഴുന്ന സമയത്ത് മറ്റൊരു ട്രെയിൻ വരുന്നു. ആ ട്രെയിൻ ശരീരത്തിലൂടെ കയറി ഇറങ്ങി അദ്ദേഹത്തിന്റെ കാലുൾപ്പെടെ അടുത്ത ട്രാക്കിൽ, രണ്ടാമത്തെ ട്രാക്കിൽ ഒരു 50 മീറ്റർ മാറിയാണ് ഈ കാലിന്റെ ഭാഗം ഉൾപ്പെടെ. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. റെയിൽവേ ട്രാക്കിൽ മൃതദേഹം ഉള്ളയിടത്തേക്ക് കൂടുതൽ പോലീസുകാരെത്തുന്നു. അടുത്ത നടപടികൾ, ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് അല്പസമയത്തിനകം കടക്കും എന്നാണ്.